ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC റിവിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിക്സ് അഥവാ പൗരധർമ്മം എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ്, ഇന്ത്യൻ സിവിൽ സർവീസ്, ഗവേണൻസ് തുടങ്ങിയവയൊക്കെയാണ്. ഈ ഏരിയ വളരെ നന്നായി ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ഒരു മാർക്കും നഷ്ടപ്പെടുകയില്ല. നന്നായി സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് സിവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം. ഇതിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചതാണ്. പൊതുഭരണം എന്നാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം. അപ്പോൾ പൊതുഭരണം എന്നാൽ എന്ത് എന്ന് ഡെഫിനിഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും എല്ലാം നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തും, ജനക്ഷേമം ഉറപ്പാക്കും, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും തുടങ്ങിയവയൊക്കെയാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എൻ ഗ്ലാഡൻ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ കോട്ടാണ്, മുമ്പ് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എൻ ഗ്ലാഡൻ ആണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി എന്തെന്ന് വെച്ചാൽ ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി രൂപം നൽകിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ സമൂഹമാണ് ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതും ജനത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ വിനിയോഗിക്കുന്നതിനുമുള്ള നടപടികളും പദ്ധതികളുമെല്ലാം തയ്യാറാക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ ബ്യൂറോക്രസി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ്. ഇവർ ചെയ്യുന്നത് ഗവൺമെന്റിനെ ഭരണത്തിൽ സഹായിക്കുക എന്നതാണ്. ഈ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചറാണ് ശ്രേണീപരമായ സംഘാടനം അഥവാ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അതിന്റെ താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരുമായി ഒരു ചെയിൻ ആയിട്ടുള്ള ശ്രേണീപരമായ സംഘാടനമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഫസ്റ്റ് ഫീച്ചർ, ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത് വരുന്നത് പെർമനൻസ് ആണ് അഥവാ സ്ഥിരത. ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടാവും. മൂന്നാമത്തേത് വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം ആണ്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അവരതിൽ പ്രൊഫഷണൽസ് ആയിരിക്കണം. മൂന്നാമത്തെ സവിശേഷതയാണ് പ്രൊഫഷണലിസം. നാലാമത്തേതാണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. അതായത് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഓരോ ഉദ്യോഗസ്ഥരെയും ഓരോ പോസ്റ്റിലേക്കും നിയമിക്കുന്നത്. അഞ്ചാമത്തെ സവിശേഷതയാണ് രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് ഈ ഗവൺമെന്റ് ബ്യൂറോക്രസിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണം അവർ ഏത് ഗവൺമെന്റ് മാറി വരുന്നത് അനുസരിച്ചാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത ഫീച്ചറാണ് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ, സെക്കൻഡ് പെർമനൻസ്, തേർഡ് പ്രൊഫഷണലിസം അഥവാ വൈദഗ്ധ്യം, ഫോർത്ത് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ,
ഫിഫ്ത്ത് ഫീച്ചറാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അഥവാ രാഷ്ട്രീയ നിഷ്പക്ഷത. ഇതെല്ലാമാണ് ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ് പൊതുഭരണത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ എച്ച് ആപ്പിൾ ബേ ആണ്. എന്നാൽ ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ എച്ച് ആപ്പിൾ ബേ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചത് നെഹ്റു ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സേവന സംബന്ധമായ തർക്കങ്ങളും പരാതികളും പരിഹരിക്കാനുള്ള സംവിധാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവരുടെ പരാതികളും തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അതോറിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നത്. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടത് അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നൊരു ഡെഫിനിഷൻ ആണ്, ഓർത്തുവെക്കണം. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതിനെയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്ര സർവീസിലേക്കും ഓൾ ഇന്ത്യ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിലാണെങ്കിൽ KPSC ആണ് ഇത് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് അഥവാ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസായ വർഷം 1861 ആദ്യമായി ഇന്ത്യയിൽ സിവിൽ സർവീസ് പാസായ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. സത്യേന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് സിവിൽ സർവീസ് പാസായ ഇന്ത്യക്കാരൻ. സിവിൽ സർവീസ് എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു മുമ്പ്. ഇത് 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. എന്നാൽ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സായി ഉയർത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവുമാണ്. സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 21 ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യകാല നാമമായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് എന്നത്. ഇപ്പോൾ ഇതിന്റെ പേര് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ്. ഇതിന്റെ ആദ്യകാല നാമമായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് എന്നത്. സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ സിവിൽ സർവീസിനെ ഇരുമ്പ് ചട്ട എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവായി അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മാറിപ്പോകരുത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും എന്നാൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവ് അഥവാ അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. മാറിപ്പോകരുത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ തലവനായി അറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ആദ്യത്തെ ഇന്ത്യയിലെ വനിതാ IPS ഓഫീസറാണ് കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യ വനിതാ IPS ഓഫീസർ കിരൺ ബേദിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആപ്തവാക്യമാണ് യോഗ കർമ്മസു കൗശലം എന്നത്. യോഗ ഇംപ്ലൈസ് എക്സലൻസ് അറ്റ് വർക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആപ്തവാക്യമാണ്
ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, രണ്ട് കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്, മൂന്നാമത്തേത് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലും ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ദേശീയ തലത്തിലാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസിലും സെൻട്രൽ സർവീസിലും തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് സർവീസിൽ സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമെല്ലാം. IPSഉം IASഉം അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS, IPS, IFS ഇവയെല്ലാം ഓൾ ഇന്ത്യ സിവിൽ സർവീസിന് എക്സാമ്പിൾ ആണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒന്നുകിൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ആണ് ഇവർ നിയമിക്കപ്പെടുന്നത്. എക്സാമ്പിൾ ആണ് IAS, IPS, IFS. IFS മീൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇവയാണ് 3 എക്സാമ്പിൾ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. അടുത്തത് സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ തന്നെയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് ഇവർ നിയമിക്കപ്പെടുന്നത്. അഖിലേന്ത്യാ സർവീസിൽ നിയമിക്കപ്പെടുന്നവർ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത്. എന്നാൽ സെൻട്രൽ സർവീസിൽ ഇവർ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങളാണ്. ഈ ഇന്ത്യൻ ഫോറിൻ സർവീസിലും റെയിൽവേ സർവീസിലൊക്കെ നമുക്ക് ഓർത്താൽ തന്നെ കിട്ടും. കാരണം അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം ഭരണവകുപ്പുകളാണ് ഇത് രണ്ടും. അവയിലാണ് അവർ നിയമിക്കപ്പെടുന്നത്. സംസ്ഥാന സർവീസ് പിന്നെ സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. എക്സാമ്പിൾ ആണ് സെയിൽസ് ടാക്സ് ഓഫീസർ. സെയിൽസ് ടാക്സ് ഓഫീസർ എല്ലാം സ്റ്റേറ്റ് സർവീസിന് എക്സാമ്പിൾ ആണ്. ഇത് തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നതും. അപ്പോൾ 3 സർവീസും മാറിപ്പോകരുത്. ഇന്ത്യൻ സിവിൽ സർവീസിന് എക്സാമ്പിൾ ആണ് സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ്, അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്നിങ്ങനെ. ഇതിൽ നമുക്ക് ഒരു വകുപ്പ് തന്നിട്ട് ഇത് ഏത് സർവീസിന് കീഴിലാണെന്നാണ് ചോദ്യം വരാറുള്ളത്. മാറിപ്പോകരുത്. IASഉം IPSഉം IFS അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ വരുന്ന 3 വകുപ്പുകളാണ്. എന്നാൽ സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസിലാണ് റെയിൽവേയും അതുപോലെ ഫോറിൻ സർവീസും വരുന്നത്. ഫോറിനും ഫോറസ്റ്റും മാറിപ്പോകരുത്. ഫോറസ്റ്റ് ഓൾ ഇന്ത്യ സിവിൽ സർവീസും ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസിലുമാണ് വരുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ സിവിൽ സർവീസിൽ വരുന്ന പോയിന്റുകൾ എല്ലാം നമ്മൾ പറഞ്ഞു. പൊതുഭരണം, ഡെഫിനിഷൻ, ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ് എല്ലാത്തിന്റെയും ബേസിക് ആയതും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്